ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു പദ്മിനിസ് കിച്ചൻ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഈ പുതുവർഷം എല്ലാവരും ആയുരാരോഗ്യത്തോടെ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി നെയ്യപ്പമാണ്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് പോലെ സോഡാപ്പൊടിയോ മൈദയോ ഒന്നും ചേർത്തിട്ടുള്ളതല്ല. ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി, ശർക്കര, പഴം, തേങ്ങ ഇതൊക്കെയാണ്. ഇത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒട്ടും വിടാതെ അവസാനം വരെ കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പച്ചരി തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. മിനിമം ഒരു 8 hours എങ്കിലും വെള്ളത്തിലിടണം. ഇനി ഇത് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് വാരി വെക്കണം. വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, തേങ്ങ ചെരുവിയത് 50 ഗ്രാമാണ്, ഏകദേശം അരക്കപ്പ് ഉണ്ടാവും. തേങ്ങ കൊത്തി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ശർക്കര 150 ഗ്രാം ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ്, എള്ള് 1 ടേബിൾ സ്പൂൺ, ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്, അത് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ചെറുപഴം. നാട്ടിലാണെങ്കിൽ നമ്മൾ പാളയംകുടം പഴമാണ് ഉപയോഗിക്കാറ്, ഇവിടെ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാലിപ്പൂവൻ പഴമാണിത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വിളയിച്ച് വെക്കാം. അതിനായിട്ട് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണ് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര നീരൊന്ന് ചൂടാവട്ടെ. ശർക്കര നീര് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെരുവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഈ തേങ്ങയിലെയും ശർക്കരയിലെയും വെള്ളം വലിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കൂടുതൽ മൂത്ത് പോകരുത് കേട്ടോ. ദേ ഇതുപോലെ ഈ പാകമാകുമ്പോൾ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ നെയ്യിൽ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ പൊത്തിട്ട് കൊടുക്കാം. ഇതിന് ഒരു ഗോൾഡൻ കളർ വരുന്നവരെ വറുക്കണം. ഇത് കൂടുതൽ മൂത്ത് പോകരുത് കേട്ടോ, അപ്പം ടേസ്റ്റ് മാറിപ്പോകും. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ അത് മൂത്ത് പോവും. ഇപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട തരി കുറുക്കിയെടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ടിപ്പ്. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഫൈൻ പൗഡർ മാറ്റിയിട്ട് തരി മാത്രം എടുക്കുക. നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തരിയേ ആവശ്യമുള്ളൂ. ഇതുപോലെയുള്ള തരിയാണ് നമുക്ക് വേണ്ടത്.
ഇതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ തരി അളന്ന് മാറ്റി വയ്ക്കാം. ഇത് നോക്കി തരി ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിം മതിയാവും, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ടിപ്പ്. ഇതെൻ്റെ ചേച്ചി, ബേബി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ് എനിക്ക്. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചേച്ചിയെ വിളിച്ച് ചോദിക്കാറുണ്ട്. ചേച്ചി അപ്പം തന്നെ അത് പറഞ്ഞു തരാറുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ചേച്ചി ഉണ്ടാക്കാറുള്ളത്. ഇതിൻ്റെ ക്രെഡിറ്റ് ചേച്ചിക്കാണ് കേട്ടോ. ഇതിപ്പോൾ അതേ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടും അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഈ പാകം വരെ ആകുമ്പോഴേക്കും. ഇതിപ്പോൾ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇത്രയും അരി അരച്ചെടുക്കാൻ പാകത്തിനുള്ള മിക്സിയുടെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തരിക്ക് വേണ്ടി ക്രഷ് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ആ അരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നമ്മളതുപോലെ നേരത്തെ തരിക്ക് വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ടുള്ള ഫൈനായിട്ടുള്ള പൗഡറുണ്ട്, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഇപ്പം നമ്മൾ ഈ കുറുക്കാൻ വേണ്ടി മാറ്റിയിട്ടുള്ള ആ തരി ഒഴിച്ച് ബാക്കി എല്ലാ അരിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ശർക്കര നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു വൈഡായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് തരി കുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഉടഞ്ഞു കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ ഇത്തിരി വെള്ളം കുറവാണ്. ഇത് തരി കുറുക്കിയിട്ടുള്ളത് കൊണ്ട് അധികം വെള്ളം കൂടാൻ പാടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒടുവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരയും തേങ്ങയും വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. കട്ടയൊന്നും പാടില്ല, എല്ലാം ശരിക്കും ചേരണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള്ളും ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതും ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ആ നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്ന് നോക്കാം. ഇതിൽ ഇത്തിരി വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഞാനിത് ശർക്കര നീരിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അതാണ് ഈ കളർ കേട്ടോ. നിങ്ങൾ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലൊട്ടും വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ഷേപ്പും കറക്റ്റായി വരില്ല. പിന്നെ വെളിച്ചെണ്ണയും കുടിക്കും, പൊട്ടിയും. ഇത് ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ ഓരോന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മുങ്ങി കിടക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ശരിക്കും മിക്സ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ ചൂടായോന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ മാവിൽ നിന്ന് തന്നെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതേ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഡ്രോപ്പ് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അത് പാകത്തിന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. തീ കൂടിക്കഴിഞ്ഞാൽ അപ്പം ശരിയായിട്ട് വരില്ല, അത് പൊട്ടിയൊക്കെ പോകും. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ കയ്യിലോണ്ട് തൊടരുത്, അത് തനിയെ പൊന്തി വരും. ഇനി ഇതിൻ്റെ അടിവശം ഒരുമാതിരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇനി അടിഭാഗം സാവധാനം വേവട്ടെ. തീ കൂടുതൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് കരിയും, ഉള്ളു വേവില്ല. ഇപ്പോൾ ഇതുപോലെ ലോ ടു മീഡിയം ഹീറ്റിലേ ഇടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഇതുപോലെ കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ തീ ക്രമീകരിച്ച് നിൽക്കുന്നത്. നിങ്ങൾ കട്ടി കുറഞ്ഞ ചീനച്ചട്ടിയൊക്കെയാണ് വയ്ക്കുന്നത്, വളരെ ശ്രദ്ധിക്കണം തീ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും. ഇപ്പോൾ അപ്പം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്, നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിപ്പം മൊരിഞ്ഞ് വരുമ്പോഴുള്ള ഈ സ്മെല്ലുണ്ടല്ലോ, നമ്മളെ കൊത്തിപ്പിക്കുന്ന സ്മെല്ലാണ്. ഇതിന് ഇത്രയും നല്ല സ്മെല്ല് വരാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം നമ്മൾ ഈ ശർക്കരയും തേങ്ങയും വിളയിച്ചിടുന്നതുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം കൂടി മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്, നമുക്ക് കൊതിയാവും. ഇപ്പം നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോന്നും ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കും. ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, അമ്മ വിഷുവിൻ്റെ തലേദിവസം കുറേ നെയ്യപ്പം ഉണ്ടാക്കും. വെളുപ്പിനാകുമ്പോഴേക്കും വിഷുക്കണി വരും. അപ്പോൾ അമ്മ അതിൽ നിന്ന് നെയ്യപ്പം എടുത്തുകൊണ്ടുപോയി വിഷുക്കണിയിൽ വെച്ചു കൊടുക്കും. അതൊക്കെ ഇന്നും മായാത്ത ഓർമ്മകളായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ ഇപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാറുണ്ട്, വിഷുക്കണിയിൽ വെക്കാറുണ്ട്. ഈ നെയ്യപ്പം ഇത് കാണുമ്പോൾ എല്ലാ നെയ്യപ്പങ്ങളും ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റേ അല്ല. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.